അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ അടുത്തുള്ള വളരെ പ്രസിദ്ധമായ മുളവൂർ ദർഗ ഷരീഫിലേക്കാണ്. പുരാതനമായ പള്ളിയും അതുപോലെ തന്നെ 300ഓളം വർഷം ഒക്കെ പഴക്കമുള്ള ഒരു മഹാൻ്റെ മക്ബറയുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. മാഷാ അല്ലാഹ്, വലിയ ഫലം ലഭിക്കുന്ന ഒരു മക്കാമാണ് മുളവൂർ മക്കാമ്. ഇവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ചരിത്രം അറിയില്ല. പിന്നെ നാട്ടിലൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പറയപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതായത് 300ഓളം വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്ന് ദീനീ പ്രബോധനമായിട്ട് ഇവിടെ വരികയും ഇവർ 4 ആളുകൾ ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കൊല്ലപ്പെടുകയും അങ്ങനെ ഷഹീദായിട്ട് മരണപ്പെട്ടു എന്നൊക്കെയാണ് ഇവിടുന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 ആളുകൾ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ചില പള്ളി ഖബർസ്ഥാനുകളിൽ ഉണ്ട്. പിന്നെ വർഷം ഇവിടെ ഉറൂസും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിലാണ് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഉറൂസ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആളുകളൊക്കെ പറയുന്നത് വലിയ ഫലമുള്ള ഒരു മക്കാമാണ്. എന്ത് വിഷയങ്ങൾക്കും നല്ല ഫലമാണ്. അതുകൊണ്ടാണല്ലോ ആളുകൾ ഇവിടെ സ്ഥിരമായിട്ട് നല്ല ആളുകൾ സിയാറത്തിന് ഇവിടെ വരുന്നുണ്ട്. അത് ആളുകൾക്ക് ഫലം കിട്ടിയിട്ട് ആണ് ഇവിടെ വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്നത് നീർച്ചാക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കഴിയുന്ന സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു പലതൊക്കെ ആയിട്ട് ഇവിടേക്ക് മക്കാമിലേക്ക് ആളുകൾ നേർച്ചയും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചരിത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങൾ അറിയുകയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മക്കാമിലേക്ക് കയറി സിയാറത്ത് ചെയ്യാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുളവൂര് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളെക്കുറിച്ച് നാട്ടിലുള്ള കാരണവന്മാരോടൊക്കെ പ്രായമായ ആളുകളോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ പറയുന്ന ഒരു ചരിത്രമുണ്ട്. അതായത് തെങ്ങ് കുനിഞ്ഞ സംഭവം, തെങ്ങ് വളഞ്ഞ് വന്ന ഒരു സംഭവത്തെക്കുറിച്ച് നാട്ടിലൊക്കെ മഷഹൂറായ പ്രായമായ ആളുകളൊക്കെ പറയുന്ന ഒരു കഥയാണ്. അതായത് മഹാനവറുകൾ ഇവിടേക്ക് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യമനിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നാണ് മഹാനവറുകൾ പിന്നെ ഈ മുളവൂർ ഭാഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് ഇവിടെ വരികയും വന്നപ്പോൾ മഹാനവറുകൾ യാത്രാക്ഷീണമുണ്ട്. ഈ മുളവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇവിടെ വന്ന് ഇവിടെ ഇരുന്നു. അപ്പോൾ യാത്രാക്ഷീണവും മറ്റൊക്കെ കണ്ടപ്പോൾ നാട്ടിലുള്ള ഒരാൾ മഹാനവറുകളോട് ചോദിക്കുന്നുണ്ട്, വെള്ളം എന്തെങ്കിലും വേണോ? എനിക്ക് തെങ്ങുണ്ട്, പക്ഷേ ആ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് കരിക്ക് വെട്ടാൻ ആളെ ആരും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അത് തെങ്ങ് നിങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് കരിക്ക് എടുത്തോളാം എന്ന രൂപത്തിൽ മഹാനവറുകൾ പറയുകയും ആ തെങ്ങിനെ മഹാനവറുകൾ മാടി വിളിച്ചപ്പോൾ തെങ്ങ് അരികിലേക്ക് വന്ന് മഹാനവറുകൾക്ക് ആ തെങ്ങ് കുനിഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് കരിക്ക് പൊട്ടിച്ച് കുടിച്ച ഒരു സംഭവം മഹാനവറുകളെ കുറിച്ച് നാട്ടിലുള്ള കാരണവന്മാരൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഈ ഒരു കറാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ വലിയ കറാമത്തിൻ്റെ ഉടമയാണെന്നും മഹാനാണെന്നും അതുപോലെ തന്നെ അവിടുത്തെ ജീവിതവും മറ്റൊക്കെ കണ്ട് ആളുകൾ അവിടുത്തെ മഹത്വം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചരിത്രം ഇവിടുത്തെ കുറിച്ച് ഈ മഹാനെ കുറിച്ച് നാട്ടിൽ പറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ ഈ സിയാറത്തുകളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിൻ്റെ മിസ്ല സവാബിന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങളുടെ ഹളറാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുണ്ട് അല്ലാഹ്. അവരുടെ എല്ലാം ഖൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വാടക വീടുകളിൽ താമസിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. എല്ലാ കടങ്ങളും വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരങ്ങളിലുള്ള എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ശിഫയാക്കി തരണേ അല്ലാഹ്. ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ മഹാൻ്റെ കാവലും പൊരുത്തവും സഹായവും നൽകണേ അല്ലാഹ്. പടച്ചവൻ, ഞങ്ങളുടെ യാത്രകൾക്ക് സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹ്. അവരെയൊക്കെയും നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ മഹാന്മാരുടെയൊക്കെ കാവൽ അവർക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ജീവിക്കൽ ഖൈറാകുന്ന കാലമത്രയും സന്തോഷത്തോടെ റാഹത്തോടെ ജീവിച്ച് അല്ലാഹുവേ, മരിക്കൽ ഖൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈമാൻ സലാമത്തായി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على السلام عليكم يا ولي الله.